ഇന്ന് നമ്മൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ സോഷ്യൽ സിസ്റ്റം തിയറി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. സോഷ്യൽ സിസ്റ്റം തിയറി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങളുടെ നടുവിലായിട്ടാണ് ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു എക്കോ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി തൻ്റെ ചുറ്റിലുമുള്ള സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറിക്ക് എക്കോളജിക്കൽ സിസ്റ്റം തിയറി എന്നും ഒരു വിളിപ്പേരുണ്ട്. ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ പ്രശ്നങ്ങളെ മുഴുവൻ ഒരു വ്യക്തിയിൽ ആണ് കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ സോഷ്യൽ സിസ്റ്റം തിയറി അതിനെ മറ്റൊരു ദിശയിലാണ് നോക്കിക്കാണുന്നത്. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ സ്കൂളിൽ വെച്ചുണ്ടായ ഒരു വിഷയം പതിയെ അത് വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലെ ഒരു അന്തരീക്ഷത്തിനെ അത് ബാധിക്കുകയും അവിടെ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് വിദ്യാർത്ഥിക്ക് തൻ്റെ സമൂഹത്തിലെ മറ്റ് പല ഏജൻസികളിലേക്കുമുള്ള ബന്ധങ്ങൾ, ഉദാഹരണത്തിന് പോലീസോ അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ അങ്ങനത്തെ ഒരു ഏജൻസികളിലേക്ക് ഈ പ്രശ്നം എത്തുകയും തുടർന്ന് വിദ്യാർത്ഥിക്ക് തൻ്റെ മറ്റു പല സോഷ്യൽ സിസ്റ്റങ്ങളിലേക്കുള്ള ബന്ധത്തെ ഇത് സാരമായി ബാധിക്കുകയും ചെയ്യും. സോഷ്യൽ സിസ്റ്റം തിയറി പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരു വ്യക്തി അയാളുടെ സറൗണ്ടിങ്സുമായിട്ട് ഫിറ്റ് ആകാതെ വരുന്ന സാഹചര്യത്തിലാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഇന്റർ കണക്റ്റഡ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു സോഷ്യൽ വർക്കർക്ക് പല ലെവലുകളിൽ നിന്നുകൊണ്ടുള്ള സേവനങ്ങൾ ആ വ്യക്തിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രാക്ടീസിൽ സോഷ്യൽ സിസ്റ്റം തിയറിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളായ എമ്പതിയും റിഫ്ലക്ഷനും നമുക്ക് ഈ അപ്രോച്ചിൽ ഉപയോഗിക്കാവുന്നതാണ്. സോഷ്യൽ സിസ്റ്റം തിയറി നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന് ഒരു റിമൈൻഡറാണ്. ഒരു പ്രശ്നത്തെ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി കാണാതെ പല പല ലെവൽസിൽ നിന്നുകൊണ്ടുള്ള ഇൻ്റർവെൻഷൻസ് സാധ്യമാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ തിയറിയിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത്.